മുണ്ടക്കൈ ചുരൽമല ദുരന്തബാധിതരിൽ വീടും സ്ഥലവും പൂർണ്ണമായും നഷ്ടപ്പെട്ടവരുടെ സംഘടന നിലവിൽ വന്നു. ഫേസ് 1-ൽ ഉൾപ്പെട്ട കുടുംബങ്ങളുടെ കൂട്ടായ്മയാണ് രജിസ്റ്റർ ചെയ്ത് രൂപീകരിക്കപ്പെട്ടത്. പുനരധിവാസ പ്രവർത്തനത്തിൽ ഫേസ് 1-ൽ ഉൾപ്പെട്ടവരെ ആദ്യം പരിഗണിക്കണമെന്ന് സംഘടന ആവശ്യപ്പെട്ടു. സുർജിത് അയ്യപ്പത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട്. മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതരുടെ ഒരു സംഘടന കൂടി നിലവിൽ വന്നിരിക്കുകയാണ്, ഫേസ് 1 അസോസിയേഷൻ. അതായത് ഈ ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ട ആളുകൾ അത്തരത്തിലുള്ള ആളുകളുടെ കൂട്ടായ്മയാണിത്. രണ്ട് സംഘടനകൾ നിലവിൽ പ്രവർത്തിക്കുന്നുണ്ട്. എന്താണ് ഈ സംഘടന വിഭാവനം ചെയ്യുന്നതെന്നുള്ള ചോദ്യം ഇവരോട് തന്നെ ചോദിക്കാം. എന്താണ് ഇങ്ങനെ ഒരു പുതിയ ഒരു സംഘടന എന്നുള്ള തരത്തിലേക്ക് തീരുമാനം? 170-ൽ പരം ആളുകൾ, അതായത് 170-ൽ പരം വീടുകൾ പൂർണ്ണമായിട്ടും വാഷ് ഔട്ട് ആയിട്ട് ഫേസ് 1 എന്ന കാറ്റഗറിയിൽ പെടുത്തിയിട്ടുണ്ട് സർക്കാർ. അതിൻ്റെ ആസ്പദമായിട്ട് ഞങ്ങൾ ഫേസ് 1 കൂട്ടായ്മ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ തുടർന്ന് മുന്നോട്ടുള്ള സർക്കാർ പറഞ്ഞ പ്രകാരമുള്ള കാര്യങ്ങൾക്കായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ഒരു കൂട്ടായ്മ ക്രിയേറ്റ് ചെയ്തതാണ്. ഫേസ് 1 ദുരിതബാധിതരായ ഞങ്ങൾ എത്രയും പെട്ടെന്ന് പുനരധിവാസം ഉറപ്പുവരുത്തുക. കാരണം ഞങ്ങളിൽ ഒറ്റപ്പെട്ടു പോയ കുറേ സ്ത്രീകളുണ്ട്, മക്കളുണ്ട്. ഇവരൊക്കെ വളരെ ആശയക്കുഴപ്പമായിട്ടാണ് ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അവരെത്രയും പെട്ടെന്ന് വീടും കാര്യങ്ങളും സർക്കാർ പറഞ്ഞ പോലെ ഡിസംബറിൽ ലാസ്റ്റ് വീക്ക് ആകുമ്പോഴേക്കും വീട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് വീട് ഞങ്ങൾക്ക് ചെയ്തു തന്ന് ഞങ്ങളെ പുനരധിവാസം ഉറപ്പുവരുത്തുക. വീട് നഷ്ടപ്പെട്ട ആളുകൾ എന്ന് പറയുമ്പോൾ അവരെ ആദ്യഘട്ടത്തിൽ പരിഗണിക്കണം എന്നാണോ നിങ്ങൾ ഡിമാൻഡ് ചെയ്യുന്നത്? അവരെ പരിഗണിക്കണം, നിർബന്ധമാണ്. കാരണം ഞങ്ങൾ മൊത്തം പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ട ആളുകളാണ്. ഞങ്ങളെ കുടുംബത്തിൽ നിന്ന് ഒരാളെങ്കിലും പോയ ആളുകളാണ്. ഞങ്ങൾ പൂർണ്ണമായിട്ടും വാഷ് ഔട്ടായി പോയ ആളുകളാണ്. അതുകൊണ്ട് തന്നെയാണ് സർക്കാർ ഞങ്ങളെ കാണുന്നതും ഫേസ് 1 എന്ന കാറ്റഗറിയിൽ പെടുത്തിയതും അതുകൊണ്ട് തന്നെയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളൊരു ഫേസ് 1 കൂട്ടായ്മ ക്രിയേറ്റ് ചെയ്തത്. വേറെ എന്തെങ്കിലും ഡിമാൻഡ് മുന്നോട്ട് വെക്കുന്നുണ്ടോ? ഡിമാൻഡ് മുന്നോട്ട് വെക്കാറുണ്ട്. ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് വീട് വെച്ച് തരാം. പിന്നെ 9,000 രൂപ മാസം ഞങ്ങൾക്ക് തരുന്നുണ്ട്. അത് ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന്, അതായത് ഒന്ന് പെൻഡിങ് ഇല്ലാത്ത രീതിയിൽ പുനരധിവാസം സാധ്യമാക്കുക. ഇങ്ങനൊരു സംഘടന, പുതിയൊരു സംഘടന രൂപീകരിക്കാനുള്ള സാഹചര്യം എന്താണ്? ഇതൊക്കെ തന്നെയാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും കൊണ്ട് ഇനി മുന്നോട്ട്. നമുക്ക് ഇപ്പം ഞങ്ങൾ ഇരിക്കുന്ന വീട് തന്നെ വാടക വീടാണ്. അപ്പോൾ അവർ ഇപ്പോൾ വീട് ഏകദേശം കച്ചവടമായി. അപ്പോൾ നമ്മളിങ്ങനെ മാറി മാറി ഓരോ വീടുകൾ കണ്ടെത്തിക്കൊണ്ടിരിക്കണം. അപ്പോൾ എത്രയും പെട്ടെന്ന് വീടായിട്ട് സാർ പറഞ്ഞ പോലെ നമുക്ക് ഡിസംബർ ആകുമ്പോഴേക്കും വീട് എല്ലാ പണി തീർത്ത് നമുക്ക് എത്രയും പെട്ടെന്ന് തരിക എന്നുള്ള ഒരു തന്നെയാണ്. ഭയങ്കര പിന്നെ വാടകകൾ ഓരോ വർഷം ചെല്ലുന്നതോറും കൂടി കൊണ്ടുവെക്കുക. 11 മാസത്തേക്കാണ് ഇപ്പോൾ നമ്മൾ എഗ്രിമെന്റ് വെക്കുക. അത് കഴിയുമ്പോഴേക്കും വാടക കൂടുതൽ വരുന്നൊരു ബുദ്ധിമുട്ടും. നമുക്ക് 6,000 തരുന്നുണ്ട്, 10,000 രൂപ ബാക്കി നമ്മൾ 4,000 രൂപ കയ്യിൽ നിന്ന് നമ്മൾ കൂട്ടേണ്ട ഒരു ഇതൊക്കെ ഉണ്ട്. എന്തായാലും രണ്ട് സംഘടനകൾ ഇപ്പോൾ ഈ മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടേതായിട്ടുണ്ട്. ഇതിനിടയിലാണ് ഒരു സംഘടന കൂടി രൂപം നൽകിയിരിക്കുന്നത്. ആ സംഘടനയ്ക്ക് അവർ ആദ്യ പരിഗണന ഇവർക്ക് തന്നെ നൽകണം എന്നുള്ള ആവശ്യമാണ് ഇവർ ഉന്നയിക്കുന്നത്. മനു ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്.